ത്യക്ഷ്യാമി സ്വതനും മുകുന്ദചരണേ ചിത്തം സമാവേശ്യ കൃഷ്ണസ്യൈവ കഥാമൃതം കഥയ മാം നിത്യം പരം നിർമ്മലം ഇത്യുക്ത്വാ നൃപതിസ്തഥാ ഗുരുവരം വ്യാസാത്മജം ശ്രദ്ധയാ പപ്രച്ഛ ശ്രുതിശാസ്ത്രധർമ്മ വിവിധ പ്രശ്നോത്തരം ശ്രീപതേ. ഞാൻ മുകുന്ദപാദത്തിൽ മനസ്സുറപ്പിച്ച് ശരീരം ഉപേക്ഷിക്കുകയാണ്. ആ കൃഷ്ണന്റെ അമൃതസമമായ കഥ തന്നെ എനിക്ക് ഉപദേശിച്ചു തന്നാലും അത് നിത്യവും നിർമ്മലവും ശ്രേഷ്ഠവുമാണല്ലോ. ഹേ ശ്രീപതി, ഇപ്രകാരം ആ രാജാവ് ഗുരുനാഥനായ വ്യാസപുത്രനോട് പറഞ്ഞ ശേഷം ശ്രദ്ധയോടെ അദ്ദേഹത്തോട് വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ധർമ്മം മുതലായവയെക്കുറിച്ചുള്ള പല ചോദ്യങ്ങളും ചോദിച്ചു. ദേഹാത്മബന്ധത്തെപ്പറ്റിയും ശ്രുതി പുരാണാദികളെക്കുറിച്ചും മറ്റും പരീക്ഷിത്ത് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണാവുന്നതാണ്. കൃഷ്ണസ്യ ഏവ കഥാമൃതം എന്നതിലൂടെ ശ്രീകൃഷ്ണന്റെ കഥയാണ് ഭാഗവതം മുഴുവനും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റവതാരങ്ങൾ കൃഷ്ണാംശം മാത്രമാണല്ലോ. കൃഷ്ണേ നിവേശ്യ നിസ്സംഗം മനസ്ത്യക്ഷേകളേവരം എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.